വടകര എക്സൈസ് നടത്തിയ റെയ്ഡിൽ 6 കിലോയോളം കഞ്ചാവും 2.25 ലക്ഷം രൂപയുമായി ഒരാൾ അറസ്റ്റിൽ. എറണാകുളം സ്വദേശി കളയന്നൂർ താലൂക്കിലെ വാഴക്കാല കണ്ണാമുറി വീട്ടിൽ ദിനേശനെയാണ് എക്സൈസ് പിടികൂടിയത്. അഴിയൂർ വേണുഗോപാല ക്ഷേത്രത്തിന് മുൻവശത്ത് നിന്നും 115 ഗ്രാം കഞ്ചാവുമായി ഇയാളെ പിടികൂടുകയായിരുന്നു. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ മലപ്പുറം കൊണ്ടോട്ടി പുളിക്കലിലെ താമസ സ്ഥലത്ത് വൻ കഞ്ചാവ് ശേഖരമുണ്ടെന്ന് അറിഞ്ഞു. തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ വീട് കണ്ടെത്തി. അവിടെ നടത്തിയ പരിശോധനയിൽ എക്സൈസ് സംഘം 5.95 കിലോഗ്രാം കഞ്ചാവും 2,26,500 രൂപയും കണ്ടെടുത്തു. വിവിധ സ്ഥലങ്ങളിൽ ഇയാൾ കഞ്ചാവ് എത്തിക്കുന്നയാളാണ്. മാത്രമല്ല മുൻപ് സമാന രീതിയിൽ പിടികൂടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 6 ലക്ഷം രൂപ വില വരുന്ന കഞ്ചാവാണ്. ചില്ലറ വിൽപ്പന വിപണിയിൽ 6 ലക്ഷം രൂപ വില വരുന്ന കഞ്ചാവാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇയാളെ വീട്ടിൽ നിന്നാണ് ആദ്യം വഴിയിൽ നിന്ന് പിടിക്കാൻ. തുടർന്ന് റിക്കവറി പ്രകാരം ഇയാളെ വീട്ടിൽ നിന്നും സൈബർ സഹായത്തോടെയാണ് ഇയാളുടെ വീട് കണ്ടുപിടിച്ചത്. വീട് കണ്ടുപിടിച്ച് അയാളുടെ വീട്ടിൽ നിന്നാണ് 5.9 കിലോ കഞ്ചാവാണ്. ടിയാൻ കഞ്ചാവ് വിൽപ്പന നടത്തി ടിയാൻ്റെ റൂമിൽ തന്നെ സൂക്ഷിച്ചിരുന്ന 2,26,500 രൂപയും കണ്ടെത്തിയിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ പുതിയ കൂടുതൽ ഹാജരാക്കുന്നതാണ്. വടകര തന്നെ കഴിഞ്ഞ വർഷം 2 കേസുണ്ട്. ഇതിനു മുന്നേ കേസുകളുണ്ട്. ജയിലിൽ കഞ്ചാവ് കേസിന് ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. വടകര സർക്കിൾ ഇൻസ്പെക്ടർ VR ഹിരോഷിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് പുളിക്കോൽ, പ്രിവന്റീവ് ഓഫീസർ ഉനൈസ് NM, സുരേഷ് കുമാർ CM, സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുഹസിൻ, ശ്യാംരാജ്, അനിരുദ്ധ്, വനിതാ CEO രേഷ്മ, ഡ്രൈവർ പ്രജീഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത്.